പെരുന്നാൾ നേരത്തെ എത്തിയെന്നൊക്കെ അവരുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോഴും ആഘോഷം തുടരുകയാണ്. എത്രത്തോളം പവിത്രമായ ധന്യമായ പ്രാർത്ഥനാഭരിതമായ ഒരു ദിവസമാണ് അവിടെ കടന്നു പോകുന്നത്. രതീഷ്, അത് തന്നെയാണ്. കാരണം ഫെബ്രുവരിയിലാണ് സാധാരണ ഈ പള്ളിപ്പെരുന്നാൾ നടക്കുന്നത്. ഇവിടെ 2 മാസം മുൻപ് ഈ പള്ളിപ്പെരുന്നാൾ ഇവിടെ എത്തി എന്നതിൻ്റെ ഒരു തെളിവ് പോലെ ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് വലിയ സ്ക്രീൻ ഒരുക്കിയിരുന്നു. ആ സ്ക്രീനിൽ കുവക്കാട് പിതാവിൻ്റെ മുഖം ഓരോ നിമിഷവും മിന്നി മറിഞ്ഞപ്പോഴൊക്കെ തന്നെ നിറച്ച കയ്യടി ഉണ്ടായിരുന്നു. മാത്രമല്ല അവസാനം പടക്കം പൊട്ടിച്ച് മധുരപലഹാരം വിതരണം ചെയ്തുമൊക്കെയാണ് ഈ വലിയ ആ ഒരു പദവിയിൽ ആ ഒരു സ്ഥാനാർത്ഥിത്വമൊക്കെ പദവി കിട്ടിയതൊക്കെ തന്നെ ഇവർ ആഘോഷിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ പള്ളിയിലെ മമ്മൂട് പള്ളിയിലെ കുറച്ച് ഒരു പുതിയ തലമുറ എന്നൊക്കെ പറയാം, യുവ ആൾക്കാരാണ് കൂടുതലുള്ളത്. എത്രത്തോളം ഉണ്ട് സന്തോഷമൊക്കെ? വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഞങ്ങൾ അധികം നടക്കുന്ന കാര്യമല്ലല്ലോ ഇത്. പെട്ടെന്ന് നമുക്കൊരു കർദിനാളിനെ കിട്ടുക എന്ന് പറയാം. നമ്മുടെ ഇടവയ്ക്ക് ഒരു കർദിനാളിനെ കിട്ടുക, അതിരൂപതയ്ക്ക് ഒരു കർദിനാളിനെ കിട്ടുക, ഭാരത കത്തോലിക്ക സഭയ്ക്ക് തന്നെ സന്തോഷിക്കാൻ പറ്റിയ ഒരു അനുഭവം നമ്മുടെ പള്ളിയിൽ നിന്നും ഇങ്ങനെ വരുമ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എത്രത്തോളം ഉണ്ട് സന്തോഷം? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശരിക്കും അവിടെ ഒന്ന് എത്തിയിരുന്നെങ്കിൽ കൊള്ളാമെന്നുള്ളൊരു മൊമെന്റിലായിരുന്നു. കാരണം സ്ക്രീനിൽ കൂടെ കാണുന്നതിനെക്കാളും എത്ര മടങ്ങ് വലിയൊരു സന്തോഷമായിരിക്കും നമ്മൾ ഫിസിക്കലി അവിടെ പ്രസന്റ് ആകും. അപ്പം അതിൽ കൂടുതൽ നമുക്ക് ഇവിടെ പള്ളിയിൽ നിന്ന് ഇതൊക്കെ ദർശിക്കാൻ സാധിക്കും. വളരെ സന്തോഷമുണ്ട്. നേരിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു വേറെയും? അല്ല, ഇവിടെ ഇന്നിപ്പം എത്തിക്കാനുള്ള ചടങ്ങ് ഉറപ്പായിട്ടും പോണമെന്നുണ്ടായിരുന്നു. നടന്നില്ല. ലൈവ് കണ്ടു, പക്ഷേ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം. ഇടവക സമൂഹം മുഴുവൻ ഒരുമിച്ച് ആനന്ദിക്കുന്നു. കാരണം ഞങ്ങളുടെ സമൂഹത്തിലൊരു മകൻ കത്തോലിക്ക സഭയിൽ കർദിനാളായി മാറ്റപ്പെടുമ്പോൾ എത്രയോ സന്തോഷമാണ്. ഇടവക സമൂഹം മുഴുവൻ ഒരുമിച്ച്, എല്ലാ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് ഈ സമയം ഇടവക സമൂഹം മുഴുവൻ പിതാവായ ദൈവത്തോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക സഭ എല്ലാവരും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ ദിവസത്തെ ഓർക്കുന്നു. ഈ പ്രായഭേദമന്യേ എല്ലാ കുട്ടികളും എല്ലാവരും ഇതുപോലെ ഇത് ആഘോഷമാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്തോഷമായ? ഭയങ്കര സന്തോഷം. എന്താ കാര്യം? നമ്മുടെ ഇടവകയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയാൽ കർദിനാളായി ഒരു വൈദികൻ ഉയർത്തപ്പെട്ടെന്ന് വെച്ചാൽ വളരെ കാര്യമാണ്. സന്തോഷമായി? എനിക്ക് സന്തോഷമായ? നല്ലോണം സന്തോഷമായി. വളരെ വളരെ സന്തോഷമായി. എനിക്ക് സന്തോഷവും അഭിമാനവും എന്നാ പറയണ്ടെന്ന് അറിയത്തില്ല. സന്തോഷം കാരണം എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്. പ്രായഭേദമന്യേ കുറേ ആളുകൾ ഈ പള്ളിക്കകത്ത് നിറങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് ഈ ചടങ്ങ് ഇവിടെ കാണുന്നതിന് വേണ്ടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കുവക്കാട് പിതാവിൻ്റെ സഹോദരി ഉണ്ടായിരുന്നു, അവരുടെ സഹോദരി കുടുംബം ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകൾ, സാമൂഹ്യ രംഗത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ചങ്ങനാശ്ശേരി മാമൂട് എന്ന് പറയുന്നൊരു ചെറിയ നാടാണ്. ആ നാട് ഇനി കുവക്കാട് പിതാവിൻ്റെ മേൽവിലാസത്തിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. കർദിനാൾ കുവക്കാടിൻ്റെ നാട് എന്ന പേരിലായിരിക്കും ഇനി ചങ്ങനാശ്ശേരിയിലെ മാമൂട് എന്ന് പറയുന്ന ചെറിയ പ്രദേശം അറിയാൻ പോകുന്നത്.